ഹായ് ഹലോ കൂട്ടുകാരെ, പുതുവർഷമായിട്ട് ഞാൻ രാവിലെ പുനലൂർ പേപ്പർ മില്ലിനടുത്തുള്ള വള്ളക്കടവിൽ പോയി ബീഫൊക്കെ വാങ്ങി. പാൽക്കപ്പയും ബീഫും ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പം ഞാൻ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നാലും പിന്നീട് ചെറിയ പീസാക്കി വീണ്ടും കട്ട് ചെയ്യും. ഞാൻ എല്ലും കരളും ഒക്കെ ചേർത്താണ് ബീഫ് വാങ്ങുന്നത്. നെഞ്ചാറ് ഇറച്ചിയാണ് വാങ്ങുന്നത്. കഴുകി വൃത്തിയാക്കി 1 കിലോ ബീഫ് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 10-15 ചെറിയ ഉള്ളി അല്ലെ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുരുമുളക് പൊടിയാണ് ബീഫിന് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റംസ് ചേർത്ത്, അതായത് ഒരു കുക്കർ എടുത്തു, നമ്മളതിൽ 1 കിലോ ബീഫ് ഇട്ടു. പിന്നെ 10 കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, പിന്നെ അരിഞ്ഞ് ചേർത്തു. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കണം. കറിവേപ്പില നമുക്ക് പുറത്ത് നിൽപ്പുണ്ട്, പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാണ് എന്നെക്കാളും പൊക്കമുള്ള കറിവേപ്പാണ് കേട്ടോ. നമുക്കിതിൽ നിന്ന് എൻ്റെ തണ്ട് ഒടിച്ചെടുക്കാം. ഇത് ഞാൻ നട്ട കറിവേപ്പാണ് കേട്ടോ. ഒരു 6 വർഷമായി കാണും, ഞാൻ നട്ടതാണ്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ കൊച്ചുള്ളിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. അങ്ങനെ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഒരു കുക്കറിലോട്ട് ഇട്ടടച്ച് നമുക്ക് വിസിലും കൂടി ഇട്ട് അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് നമുക്ക് നമ്മുടെ ഇത് ബീഫ് കറിക്ക് ആവശ്യമുള്ള വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 സവാളയും കൂടി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 വെളുത്തുള്ളി ചതച്ചെടുത്തു. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് തേങ്ങാക്കൊത്തും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായപ്പോഴത്തേനും നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം, അതായത് ചെറിയൊരു ബ്രൗൺ കളർ വരണം തേങ്ങാക്കൊത്തിന്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ഉള്ളി അതിന് ശേഷമാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കൊച്ചുള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, നമ്മുടെ തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. ഞാൻ മുളക് പൊടി എടുത്തേക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം നമ്മുടെ കുക്കറിൽ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം അതിൻ്റെ പച്ചമണം മാറി നല്ലവണ്ണം വഴണ്ട് വന്നത്, നമ്മുടെ വഴണ്ട് വന്ന അരപ്പെല്ലാം കൂടെ നമുക്ക് ഈ കുക്കറിലിരിക്കുന്ന വെന്ത് വന്ന ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്നിട്ട് ഇത് നല്ലതുപോലെ ബീഫും നമ്മുടെ ഈ വഴണ്ട് വന്ന ഉള്ളി എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ അരപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതിരുന്നത്, നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല, നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെള്ളം കണ്ടോ, നമ്മുടെ ആ ബീഫിനകത്ത് നിറങ്ങിയ വെള്ളമാണ്. അതിനുശേഷം നമ്മൾ അവസാനത്തെ ഒരു പൊടിക്കൈയുണ്ട് കേട്ടോ, കുറച്ച് ഗരം മസാല പൊടിയും നമ്മുടെ കുരുമുളകും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇത് അവസാനമാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ബീഫ് കറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല, നല്ല വെള്ളമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൽക്കപ്പ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഒരു 1.5 കിലോ കപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കത് അടപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കണം.
അപ്പം നമ്മുടെ കപ്പ ദാണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി. അപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിത് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഗ്യാസിലോട്ടൊരു ചട്ടി അടപ്പത്ത് വയ്ക്കുക. നമുക്ക് നമ്മുടെ വെള്ളം കളഞ്ഞ വെന്ത കപ്പ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ ഒരു 5-6 കൊച്ചുള്ളി ചതച്ചെടുത്തത്, പിന്നെ ഒരു 2 പച്ചമുളക് ചതച്ചെടുത്തത്, ഇത്രയും കൂടി നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിനി ചേർക്കാൻ പോകുന്നതാണ് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. 1.5 കപ്പ് തേങ്ങാപ്പാൽ, 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അതായത് 1-ാം പാലും 2-ാം പാലൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. മൊത്തത്തിൽ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിലാണ് നമ്മളിത് ബാക്കി വേവേണ്ടത്. അത് വെന്ത കപ്പയാണ്, എന്നാലും ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഈ കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ചതച്ചതും ഈ നമ്മുടെ വെന്ത കപ്പയും എല്ലാം കൂടെ ഒന്നുകൂടെ ഈ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പാൽക്കപ്പ തയ്യാറാക്കണമെന്ന്. അപ്പം എനിക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് ടേസ്റ്റിയോടെ തയ്യാറാക്കാൻ പറ്റി. ഇനി നമുക്ക് ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് ഇത് കടു താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ചൂടായി നമുക്ക് കടു ഇട്ട് കൊടുക്കാം. അപ്പോൾ കടു പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സായി നല്ല ഇതായി വരുമ്പോഴത്തേന് എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഇത് പാൽക്കപ്പയിലോട്ട് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ കടുവും താളിച്ചു. എന്താ ഭംഗി, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം ബീഫും പാൽക്കപ്പയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ. നമ്മുടെ പാൽക്കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയ്ക്ക് ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ്, നല്ല രുചിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് വെച്ചതാണ് കേട്ടോ പാൽക്കപ്പ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. കൊള്ളാവോ? സൂപ്പറല്ലേ? ആദ്യമായിട്ട് കഴിക്കുന്ന ശീലം, ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത്, ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെ. ടേസ്റ്റ് ഉണ്ടോ? അപ്പം പാൽക്കപ്പയും ബീഫും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് വെച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്